ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 40-ാം ദിനമായി ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്നതാണ്. ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ധൂർത്തപുത്രൻ്റെ മാനസാന്തരവും പശ്ചാത്താപത്തോടുള്ള അവൻ്റെ മടങ്ങിവരവിൽ അവൻ്റെ അപ്പൻ അവനെ സ്വീകരിക്കുന്നതുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഉപമയിൽ യേശു പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് മാനസാന്തരത്തോടുള്ള പിതാവിങ്കിലേക്കുള്ള മടങ്ങിവരവ്. നമ്മളിൽ പാപം ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നവരെക്കാൾ അതിനെ ന്യായീകരിക്കുന്നവരുള്ള സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നവർ സ്വയം വഞ്ചിക്കുന്നു എന്നാണ്. തുടർന്ന് 9-ാം വാക്യത്തിൽ സ്വന്തം പാപങ്ങൾ ഏറ്റുപറയുന്നവരെ ദൈവം അവരുടെ അനീതികളെല്ലാം പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ പാപബോധവും അനുതാപവും ഉള്ളവരായി ദൈവത്തെ നോക്കി മാനസാന്തരപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ.